കൊച്ചി ഒട്ടേറെ ചരിത്രമുറങ്ങുന്ന പഴയ പട്ടണം. ഈ തെരുവുകൾക്കോരോന്നിനും ഓരോ കഥകൾ പറഞ്ഞു തരാനുണ്ട്. വിത്തപ്രതാപത്തിന്റെ പഴയ ഓർമ്മകൾ അയവിറക്കി ഇന്നിന്റെ കണ്ണീർ കുടിക്കാൻ മാത്രം വിധിക്കപ്പെട്ട് പശ്ചിമ കൊച്ചി ഇന്ന് കേഴുകയാണ്. അറബികളും ചൈനക്കാരുമായി അതിപുരാതന കാലം മുതലേയുള്ള വ്യാപാര ബന്ധം. പോർച്ചുഗീസുകാർ, ഡച്ചുകാർ, ഒടുവിൽ ബ്രിട്ടീഷുകാർ കണ്ണുവച്ച പൈതൃക നഗരി. വൈദേശികാധിപത്യത്തിന്റെ കയ്പുനീർ അനുഭവിച്ചറിഞ്ഞിരുന്നെങ്കിലും പ്രതാപത്തിന്റെ കൊടുമുടിയിലായിരുന്നു കൊച്ചി. ഈ തെരുവുകളിലായിരുന്നു അന്ന് കച്ചവടം തകൃതിയായി നടന്നിരുന്നത്. 4-5 ദിവസമൊക്കെ ചരക്ക് ലോറികൾ തങ്ങളുടെ ഊഴവും കാത്തു കിടക്കുമായിരുന്നത്രേ. വിവിധ ദേശക്കാരായ കച്ചവടക്കാർ, പ്രമാണിമാർ, തൊഴിലാളികൾ, 23 തരം കമ്മ്യൂണിറ്റികൾ ഇവിടെ ഉണ്ടായിരുന്നു. ഏതാണ്ട് 20,000-ഓളം ജൂതന്മാരും വസിച്ചിരുന്നു. ഗുജറാത്തി സമൂഹം വളരെ പ്രശസ്തമാണ്. കേരളത്തിലെ അന്നത്തെ ഗൾഫായിരുന്നു കൊച്ചി. കേരള സമ്പദ് വ്യവസ്ഥയുടെ ആസ്ഥാനം. എവിടെയും ജോലി, മതിയായ കൂലി, തൊഴിലാളി സമൂഹത്തിന് താമസിക്കുവാൻ പ്രത്യേക ഭവനങ്ങൾ, കളിമുറ്റം, പൊതുകിണർ. ചുമട്ടു തൊഴിലാളികളും തോണിപ്പണിക്കാരും വിവിധ കച്ചവടങ്ങൾക്ക് സഹായികളായി അങ്ങനെ 10,000-കണക്കിന് തൊഴിലാളികൾ കൊച്ചിയിലേക്ക് ചേക്കേറി, പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിൽ നിന്ന്. ഇവിടെ കലയും സാഹിത്യവും സംസ്കാരവും വളർന്നു. പശ്ചിമ കൊച്ചിയുടെ ശനിദശ തുടങ്ങിയത് എന്ന് 3 മുനിസിപ്പാലിറ്റികളാണ് ഉണ്ടായിരുന്നത്. ഫോർട്ട് കൊച്ചി, മട്ടാഞ്ചേരി, എറണാകുളം. ഇവ പിന്നീട് സംയോജിപ്പിച്ച് 1967 കൊച്ചിൻ കോർപ്പറേഷൻ എറണാകുളം കേന്ദ്രീകരിച്ച് രൂപീകൃതമായത് മുതലാണോ പശ്ചിമ കൊച്ചിക്ക് കഷ്ടകാലം തുടങ്ങിയത്? സംശയിക്കേണ്ടിയിരിക്കുന്നു. ജാതി സമവാക്യങ്ങളും സ്വാർത്ഥ താൽപര്യങ്ങളും വികസനത്തെ കീഴ്പ്പെടുത്തിയോ? പതുക്കെ പതുക്കെ കൊച്ചി പട്ടണം എറണാകുളത്തേക്ക് പറിച്ചു മാറ്റപ്പെട്ടു. റോഡ്, റെയിൽ ഗതാഗതങ്ങൾ എറണാകുളം കേന്ദ്രീകരിച്ച് വളർന്നു. ഒടുവിൽ പട്ടണം മാറിയപ്പോൾ പട്ടണവാസികൾ നിരാലംബരായി. പട്ടണത്തെ ആശ്രയിച്ച് കഴിഞ്ഞിരുന്ന 10,000-കണക്കിന് കുടുംബങ്ങൾ ക്രമേണ ദാരിദ്ര്യത്തിന്റെ പിടിയിലമർന്നു. സ്വന്തം കിടപ്പാടത്തിന്റെ രേഖകൾ ഭൂരിപക്ഷത്തിനും നൽകിയിട്ടില്ല. തങ്ങൾക്ക് സൗകര്യം ചെയ്തു തന്ന മുതലാളിമാരുടെ ഉടമസ്ഥാവകാശത്തിലായിരുന്നു അവർ താമസിച്ചിരുന്നിടങ്ങൾ. അവരാകട്ടെ ബിസിനസ് തകർന്നു, പലരും നാടുവിട്ടു. കാലം പിന്നിട്ടപ്പോൾ കുടുംബാംഗങ്ങൾക്ക് കയറിക്കിടക്കാൻ ഒരിടം ഇല്ലാതെയായി. ഒരു കാലത്ത് പ്രതാപനഗരിയുടെ കൈത്താങ്ങായിരുന്ന തൊഴിലാളി വർഗം ആലംബഹീനരായി സ്വന്തം കൂരകളിൽ ചുരുണ്ടുകൂടാൻ വിധിക്കപ്പെട്ടു. തൊഴിലാളി കുടുംബങ്ങൾ താമസിച്ചിരുന്ന ഇടങ്ങൾ ചേരികളായി പരിണമിച്ചു. കേവലം ഒറ്റമുറികളിൽ എല്ലാം ഒതുങ്ങി. വീഞ്ഞപ്പെട്ടിയിൽ തീർത്ത മേശയാണ് അവരുടെ അടുക്കള. ഒരു വീട്ടിൽ തന്നെ പല വീട്ടുകാർ, വാടകയ്ക്കും പണയത്തിനുമായി താമസം. ഈ ഇടുങ്ങിയ മുറികളിൽ ഇവരുടെ കുഞ്ഞുമക്കളുടെ വിദ്യാഭ്യാസ സ്വപ്നം എങ്ങനെ പൂവണിയും? ക്ലാസ് മുറികളിൽ വിദ്യാഭ്യാസത്തിന്റെ നൂതനാധ്യായങ്ങൾ പഠിക്കുന്ന കുട്ടി എങ്ങനെ വീട്ടിലിരുന്ന് ഗൃഹപാഠം ചെയ്യും? ഈ ഇടുങ്ങിയ സൗകര്യത്തിൽ എങ്ങനെ കുട്ടികൾക്ക് മതിയായ രക്ഷകർതൃത്വം ലഭിക്കും? ഇത് മഹാജനവാടി, ഇടിഞ്ഞു വീഴാറായ പുരാതന കെട്ടിടം. ഓരോ മുറികളും വീണ്ടും പകുത്ത്
ഓരോ കുടുംബങ്ങൾ താമസിക്കുന്നു. ഏതു നിമിഷവും മനുഷ്യ മനസാക്ഷി കേൾക്കരുതേ എന്നാഗ്രഹിക്കുന്ന ഒരു മഹാദുരന്തത്തിന് കാതോർക്കുകയാണ്. 65 കുടുംബങ്ങൾ താമസിക്കുന്ന മഹാജനവാടി കോമ്പൗണ്ടിൽ സോളിഡാരിറ്റി നടത്തിയ സർവേയിലൂടെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവന്നത്. കേവലം 2 കുട്ടികളാണ് ഹയർ സെക്കൻഡറിയുടെ പടിവാതിൽക്കലെത്തിയത്. കേരളവും ഇന്ത്യയും അതിവികസനത്തിന്റെ പാതയിലാണെന്ന് ഓരിയിടുമ്പോൾ എന്താ കൊച്ചി കേരളത്തിലല്ലേ? ഒരു തലമുറയുടെ വിദ്യാഭ്യാസ നിഷേധത്തിന് ആരാണ് ഉത്തരവാദികൾ? ലക്ഷ്യമില്ലാതെ അലയുന്ന ഒരു തലമുറയെ സൃഷ്ടിച്ചിട്ട് അതിന്റെ ഭവിഷ്യത്തുകൾ വരുമ്പോൾ കരഞ്ഞിട്ടെന്ത് കാര്യം? പദ്ധതികൾക്കാണെങ്കിൽ ഒരു പഞ്ഞവുമില്ല. ജനൂറോം പദ്ധതി, NSDP, PAM, സിറ്റി ഡെവലപ്മെന്റ് പ്ലാൻ, പാംബെ കോടികൾ അടിച്ചു മാറ്റുന്നു. പേരിന് ചില പദ്ധതികൾ നടപ്പാക്കുന്നു, അതും ഭാഗികമായി. യഥാർത്ഥത്തിൽ പദ്ധതി വിഹിതം കൈക്കലാക്കാനുള്ള കൊച്ചിൻ കോർപ്പറേഷന്റെ കറവപ്പശുവാണ് പശ്ചിമ കൊച്ചിയിലെ ചേരികളും ഭവനരഹിതരും. 32 കോടി മുടക്കി നടപ്പാക്കിയ കുടിവെള്ള പദ്ധതി നോക്കുകുത്തിയായി മാറി. 22 ലക്ഷം ലിറ്റർ ജലസംഭരണ ശേഷിയുള്ള വാട്ടർ ടാങ്കിനു കീഴെ ശൂന്യമായ വാട്ടർ ടാങ്ക്. മണിക്കൂറുകൾ മാത്രം ജലവിതരണം. ചെയ്തു തീർക്കേണ്ട 4 റീച്ചിൽ 2 റീച്ച് മാത്രമേ പൂർത്തിയായിട്ടുള്ളൂ. ബാക്കിയുള്ളതിന് നടപടിയില്ല. ഇവരെ ഇങ്ങനെ ദുരിതക്കയത്തിലാക്കിയത് ആര്? വീട് എന്നത് സ്വപ്നം കാണാൻ പോലും കഴിയാത്ത രീതിയിലാക്കിയത് ആര്? കേരളം ഭൂസമരങ്ങളുടെ കോലാഹലത്തിലാണ്. പക്ഷേ അപ്പോൾ പോലും ഭവനരഹിതരായി 10,000-ങ്ങളെ ആരെങ്കിലും ശ്രദ്ധിച്ചു? അതെ, കാലത്തിനുമേൽ യുവതയുടെ വിപ്ലവമുദ്രയായ സോളിഡാരിറ്റി തങ്ങളുടെ കർത്തവ്യം നിറവേറ്റുകയാണ്. പശ്ചിമ കൊച്ചിയിലെ പള്ളുരുത്തിയിലെ കോണം മേഖലയിൽ കേവലം 3.5 സെന്റിൽ താമസിച്ചിരുന്ന 7 കുടുംബങ്ങൾക്ക് സോളിഡാരിറ്റി സുമനസ്സുകളുടെ സമ്പാദ്യം സ്വീകരിച്ചുകൊണ്ട്, തങ്ങളുടെ പ്രവർത്തകരുടെ കായിക ശേഷിയും ഉപയോഗിച്ചുകൊണ്ട് തങ്ങളാലാവുന്ന വിധം അവർക്ക് വേണ്ടി വീട് വെച്ചു കൊടുക്കാൻ പദ്ധതിയിട്ടു. പദ്ധതി അവസാന ഘട്ടത്തിൽ 7ഓളം കുടുംബങ്ങൾക്കുള്ള സുന്ദര ഭവനങ്ങളുടെ നിർമ്മാണമാണ് പുരോഗമിക്കുന്നത്. സമരത്തിനൊപ്പം സേവന പ്രവർത്തനം എന്ന മുദ്രാവാക്യവുമായി ജനകീയ പ്രതിബദ്ധതയുമായി പ്രവർത്തനം കാഴ്ചവെക്കുന്ന സോളിഡാരിറ്റിയുടെ സേവന പ്രവർത്തനങ്ങൾ സാധു കുടുംബങ്ങൾക്ക് ആശ്വാസമേവുകയാണ്. ദുരിത ജീവിതം നേരിൽ കണ്ട് ബോധ്യപ്പെട്ട സോളിഡാരിറ്റി പ്രവർത്തകരുടെ ഈ സൽക്കർമ്മം എന്നും സ്മരിക്കപ്പെടേണ്ടതാണെന്നും അവർ പറഞ്ഞു. അടുക്കള, ബെഡ്റൂം, ഹാൾ, ബാത്റൂം തുടങ്ങിയവ സൗകര്യങ്ങളോടെയാണ് വീട് നിർമ്മിക്കുന്നത്. ഓരോ വീടിനും 60,000 രൂപയുടെ സാധന സാമഗ്രികളും അത്ര തന്നെ ലേബറും നൽകിയാണ് നിർമ്മാണം പുരോഗമിക്കുന്നത്. ഇത്തരം സേവന പ്രവർത്തനങ്ങൾ പശ്ചിമ കൊച്ചി മുഴുവനായും വ്യാപിപ്പിക്കുവാൻ സോളിഡാരിറ്റി ജില്ലാ കമ്മിറ്റി നടപടി സ്വീകരിച്ചു വരികയാണെന്നും സോളിഡാരിറ്റി വൈസ് ചെയർമാൻ അലി അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, പള്ളുരുത്തി. സോളിഡാരിറ്റിക്ക് സേവനം പോരാട്ടമാണ്, പോരാട്ടം സേവനവും. എല്ലാ ഇരകളും ഒന്നിക്കണം, ഒന്നിച്ചൊന്നായി മുന്നേറണം. പശ്ചിമ കൊച്ചിക്കാരുടെ ജീവിക്കാനുള്ള അവകാശത്തിനായി, നാളത്തെ തലമുറയുടെ നല്ല വിദ്യാഭ്യാസത്തിനായി എല്ലാ ചൂഷകരെയും സമൂഹമധ്യത്തിൽ തുറന്നു കാണിക്കണം. മർദ്ദിതർ ഐക്യപ്പെട്ടാൽ എല്ലാ ചൂഷകവർഗങ്ങളും തകർന്നടിയുക തന്നെ ചെയ്യും. സത്യം ജയിക്കാനുള്ളതാണ്. കണ്ണുവിയർപ്പിൽ കുഴച്ച് മഹായുഗ സംസ്കാരങ്ങൾ ഉയർത്തവർ